കോഴിക്കോട് കൊടിയത്തൂരിനെ ഇളക്കിമറിച്ച് രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോ. മലയാളത്തിൽ നരേന്ദ്രമോദിയെ പരിഹസിച്ച് രാഹുൽ ഗാന്ധി. മലയാളത്തിലെ കൊള്ളയടിയാണ് മോദിയുടെ ഇലക്ട്രൽ ബോണ്ടെന്ന് രാഹുൽ പറഞ്ഞു. വിവരങ്ങൾ റിയാസ് കെ മാർ നൽകും. റിയാസ്, റോഡ് ഷോ ഇപ്പോൾ അവസാനിച്ചോ? എന്തൊക്കെ കാര്യങ്ങളാണ് രാഹുൽ ഗാന്ധി സൂചിപ്പിക്കുന്നത്? ലിബീഷ, രാഹുൽ ഗാന്ധിയുടെ ആവേശകരമായ റോഡ് ഷോയ്ക്കാണ് ഇപ്പോൾ ഈ കൊടിയത്തൂരിൽ സമാപനമായിരിക്കുന്നത്. കൊടിയത്തൂരിന്റെ ഗ്രാമവീഥികളെ പുളകമണിയിച്ചുകൊണ്ട് എന്ന് തന്നെ നമുക്ക് അക്ഷരാർത്ഥത്തിൽ പറയാൻ പറ്റുന്ന വിധത്തിൽ തെയ്യത്തുംകടവ് പാലം മുതൽ 1.5 കിലോമീറ്റർ മാത്രം ദൂരമുള്ള കൊടിയത്തൂർ ടൗണിലേക്ക് രാഹുൽ ഗാന്ധി നടത്തിയ ആ ഒരു റോഡ് ഷോ, ആ റോഡ് ഷോയിൽ കാലുകുത്താൻ ഇടമില്ലാത്ത വിധം ജനസഞ്ചയം ഒഴുകിയെത്തിയ ഒരു കാഴ്ച. അതിൽ ഈ കടുത്ത വേനൽ ചൂടുണ്ടായിരുന്നു, ഒപ്പം അതിൽ ജനങ്ങളെല്ലാം തിങ്ങി നിറയുന്ന ചൂടുണ്ടായിരുന്നു. അതിനേക്കാൾ വലുതാണ് തങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് ചൂടെന്ന് ഈ വയനാട് മണ്ഡലത്തിലെ വോട്ടർമാർ തെളിയിക്കുന്നു. തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവാണ് രാഹുൽ ഗാന്ധി എന്ന് അവർ ഒരിക്കൽ കൂടി പ്രഖ്യാപിക്കുകയാണ്. എന്തായാലും ഈ ഒരു ഇതിനകത്ത് പങ്കെടുത്ത റോഡ് ഷോയിൽ പങ്കെടുത്ത പ്രവർത്തകരുണ്ട്. എങ്ങനെയുണ്ട് രാഹുൽ ഗാന്ധിയുടെ ഈ വരവ്? തീർച്ചയായും ഇന്ത്യ രാജ്യത്തിനും കേരളത്തിനും കഴിഞ്ഞ തവണ ഞങ്ങൾ കൊടുത്തതിനേക്കാളും ഒട്ടധികം ഭൂരിപക്ഷത്തിൽ വോട്ട് ചെയ്ത് ഞങ്ങൾ വിജയിപ്പിക്കും. വളരെ ഉന്മേഷത്തിലാണ്, ആഹ്ലാദത്തിലാണ്. എല്ലാ നിലക്കും രാഹുൽജി ഞങ്ങൾ വിജയിപ്പിക്കും. കടുത്ത ചൂടായിരുന്നു, പക്ഷെ ആളുകളൊക്കെ തിങ്ങി നിറയുകയായിരുന്നു. ഞങ്ങൾക്ക് പോലും അതിന്റെ ഉദാഹരണമാണ്. ഞാനൊക്കെ ഇപ്പോൾ വേർത്തൊലിക്കുകയാണ്. ഈ എന്താണ് ആ ഒരു അവസ്ഥ എങ്ങനെയാണ് പറയുന്നത്? തീർച്ചയായിട്ടും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ എന്ത് ഒരു വെയിലത്ത് നിൽക്കാൻ ഞങ്ങൾ തയ്യാറാണ്. കാരണം ഇന്ത്യ രാജ്യത്തിന്റെ വിജയത്തിന് വേണ്ടി, ഇന്ത്യ രാജ്യത്തിന് വേണ്ടി, ഞങ്ങൾക്ക് വേണ്ടി ഈ ലോകം, ഈ ഇന്ത്യ മുഴുവൻ കറങ്ങിയൊരു മനുഷ്യനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. ആ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു വികാരമാണ്. അതിന് ഞങ്ങൾ ഏത് രീതിയിലും അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യും, വിജയിപ്പിക്കും, ഇന്ത്യ നമ്മൾ നേടിയെടുക്കും. അത് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. ഈ എതിരാളികളായിട്ട് ഇത്തവണ ഇടതുപക്ഷം ശക്തിയായ ഒരു എതിരാളിയാണ്, ആനി രാജയാണ് നിർത്തിയിരിക്കുന്നത്. അപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം കുറയും എന്ന് പറയുന്നു. ഒപ്പം BJP അവരുടെ സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രനെയാണ് നിർത്തിയിരിക്കുന്നത്. അതിനുള്ള മറുപടി എങ്ങനെയാണ്? തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ ദേശീയ നേതാവാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ദേശീയ രാഷ്ട്രീയത്തിനാണ് പ്രാധാന്യം. അത്തരം ഒരു സാഹചര്യത്തിൽ ഇവിടെ രാഹുൽ ഗാന്ധി പ്രസംഗിച്ചതുപോലെ തന്നെ യഥാർത്ഥ പ്രശ്നങ്ങൾ മറച്ചുവെക്കുന്ന ഭരണാധികാരികളും അവരോട് ചേർന്ന് നിൽക്കുന്ന മറ്റ് സംഘങ്ങൾക്കും എതിരെ ശക്തമായൊരു പോരാട്ടമാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണി നടത്തുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിലെയും ജനാധിപത്യ വിശ്വാസികൾ രാഹുൽ ഗാന്ധിയെയും ഇന്ത്യ എന്ന മുന്നണിയെയും UDF-നെയും ചേർത്ത് നിർത്തുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വാസം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം 4,30,000-ന് മുകളിലായിരുന്നു. ഇത്തവണ ഏകദേശം എത്രയായിരിക്കും നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? ഇത്തവണ ഞങ്ങൾ അതിനേക്കാളും കൂടുതൽ വരും തന്നെയാണ് വിശ്വാസം. കാരണം തീർച്ചയായിട്ടും അതിനടുത്തൊക്കെ എത്തും. എന്തായാലും ഏകദേശം തീർച്ചയായിട്ടും 5 ലക്ഷത്തിന്റെ മുകളിലുണ്ടാവും. 5 ലക്ഷത്തിന്റെ മുകളിൽ ഈ പ്രാവശ്യം രാഹുൽ ഗാന്ധിക്ക് ഭൂരിപക്ഷം ഉണ്ടാവും. 100% ഉറപ്പാണ് ഇവിടെ. അത് ഏത് സ്ഥാനാർത്ഥിയാണ്? ആനി രാജ എന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചുള്ള ദുർബല സ്ഥാനാർത്ഥിയാണ്. കാരണം അവർക്ക് ഇടതുപക്ഷത്തിന് ഒരു നല്ല സ്ഥാനാർത്ഥിയെ നിർത്താൻ കഴിയാത്തതിന് അവരെ സംബന്ധിച്ച് നല്ല സ്ഥാനാർത്ഥിയാണ്. പക്ഷേ ഈ മണ്ഡലത്തിലെ സംബന്ധിച്ചിടത്തോളം രാഹുലിന്റെ എതിരാളിയല്ല അനിൽ രാജ. പിന്നെ ജനങ്ങൾക്കൊക്കെ ഇപ്പം രാഹുലിന്റെ ഒരു തരംഗം തന്നെ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആവണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും ആവാനുള്ള സാധ്യത കൂടുതലാണ്. എന്തായാലും ലിബീഷ്, അതായത് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആവാനുള്ള സാധ്യത കൂടുതലാണ്. 5 ലക്ഷത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ രാഹുൽ ഗാന്ധി ഇത്തവണ വിജയിക്കും. ആനി രാജ രാഹുൽ ഗാന്ധിക്ക് പറ്റിയ ഒരു എതിരാളിയെ തങ്ങളുടെ കാഴ്ചപ്പാട് എന്ന് UDF-ന്റെ പ്രവർത്തകർ പറയുകയാണ്. എന്തായാലും ആവേശകരമായ ഒരു സ്വീകരണമാണ്. കുട്ടികൾ മുതൽ വയോധികർ വരെ തിങ്ങി നിറഞ്ഞ ഒരു സാധാരണ രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോ നഗരം കേന്ദ്രീകൃതമാണെങ്കിൽ ഇത്തവണ അത് ഗ്രാമങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. അടുത്ത റോഡ് ഷോ കീഴുപറമ്പിലേക്കാണ്. ആ കീഴുപറമ്പിലേക്ക് രാഹുൽ ഗാന്ധി പുറപ്പെട്ടു കഴിഞ്ഞു. മാത്രമല്ല മോദിയെ കടന്നാക്രമിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഇവിടെ പ്രസംഗിച്ചിട്ടുള്ളത്. കാരണം മോദി പറ്റുന്ന രീതിയിൽ കൊടിയത്തൂരിനെ ഇളക്കിമറിച്ചുള്ള ഒരു റോഡ് ഷോയാണ് നടന്നത്. റോഡ് ഷോയിൽ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗവും ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. നരേന്ദ്രമോദിക്കെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് രാഹുൽ ഗാന്ധി നടത്തിയത്. മോദിയുടെ ഇലക്ട്രൽ ബോണ്ട് എന്നാൽ മലയാളത്തിൽ കൊള്ളയടി എന്നാണ് രാഹുൽ ഗാന്ധി ആ പ്രസംഗത്തിൽ വിശേഷിപ്പിച്ചത്. ആ വാക്കുകളിലേക്കൊന്ന് പോകാം. RSS and the BJP are trying to destroy India's constitution and change India's constitution. Mr. Narendra Modi is the instrument of 5 or 6 of India's biggest, richest business people. His job is to distract India's people from the real issues. That is why some റിയാസ്,
രാഹുൽ ഗാന്ധി വളരെ രൂക്ഷമായ വിമർശനം നരേന്ദ്രമോദിക്കെതിരെ ഉന്നയിക്കുന്നു. കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് ഭയപ്പെടുത്താനാണ് ശ്രമം, എന്നാൽ അതിലൊന്നും താൻ ഭയപ്പെടില്ല. മാധ്യമപ്രവർത്തകർ പോലും ഭയപ്പെടുന്ന ഒരു കാലഘട്ടമാണ് എന്നുകൂടി അദ്ദേഹം സൂചിപ്പിക്കുന്നു. അങ്ങനെ എന്തൊക്കെ കാര്യങ്ങളാണ് രാഹുൽ ഗാന്ധി പ്രസംഗത്തിൽ സൂചിപ്പിച്ചത്? തീർച്ചയായും അദ്ദേഹം ദേശീയ മാധ്യമങ്ങളെ ഉദ്ദേശിച്ച് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ മാധ്യമപ്രവർത്തകരെ നോക്കൂ, അവർ ഇലക്ട്രൽ ബോണ്ടിനെ കുറിച്ച് മോദിയോട് ചോദിക്കില്ല, പകരം അവർ ചിരിച്ചുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. അവർ പോലും ഭയക്കുന്നുണ്ട്. കാരണം അങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചാൽ ഒരുപക്ഷെ ED വരുമോ എന്ന് അവർ ഭയക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞത്. അത് പ്രധാനമായും ദേശീയ മാധ്യമങ്ങളെ കുറിച്ച് അദ്ദേഹം പറയുന്നു. ഒപ്പം തന്നെ ED പലപ്പോഴും ഈ പിടിച്ചുപറിക്ക് സമാനമായി മോദി ഉപയോഗിക്കുന്ന ഒരു ആയുധമാണ് ED എന്ന തരത്തിലാണ് രാഹുൽ ഗാന്ധി സംസാരിച്ചത്. നമ്മൾ ഈ നമ്മുടെ നാടുകളിൽ, ഗ്രാമങ്ങളിലും തെരുവുകളിലും ചിലയിടങ്ങളിലൊക്കെ ചില പിടിച്ചുപറിക്കാരെ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെയാണ് മോദിയുടെ ഈ ഇലക്ട്രൽ ബോണ്ട് കൊള്ള എന്നാണ് പറയുന്നത്. ആദ്യം കമ്പനിയിലേക്ക് കേന്ദ്ര ഏജൻസികളെ അന്വേഷണത്തിന് അയക്കും, എന്നിട്ട് അവരെ ഭീഷണിപ്പെടുത്തും. അവർ പിന്നീട് അതിൽ ഭയന്ന്, ആ അന്വേഷണം ഭയന്ന് മോദിക്ക് ഇലക്ട്രൽ ബോണ്ട് തുകയായി കുറെ സംഭാവന നൽകും. അതാണ് ഇലക്ട്രൽ ബോണ്ട്. ഒരർത്ഥത്തിൽ അത് ഒരു വലിയ കൊള്ളയാണ്. അതായത് കൊള്ളയടിക്കുകയാണ്. ഇലക്ട്രൽ ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ചയായ നഗ്നമായ കൊള്ളയടിയാണെന്ന് രാഹുൽ ഗാന്ധി പറയുകയാണ്. അങ്ങേയറ്റം ആവേശം തീർത്താണ് കൊടിയത്തൂരിന്റെ മണ്ണിൽ ഇന്ന് രാഹുൽ ഗാന്ധിയുടെ ഈ റോഡ് ഷോ അവസാനിക്കുന്നത്. ഇന്ന്, അതായത് ഇന്നലെയാണ് രാഹുൽ തന്റെ മണ്ഡലമായ വയനാട്ടിലെത്തിയത്. ഇന്നലെ കോഴിക്കോട് ബീച്ചിൽ മണ്ഡലത്തിന് പുറത്ത് രാഹുൽ ഗാന്ധി പൊതുപരിപാടിയിൽ പങ്കെടുത്തു. ഇന്ന് മണ്ഡലത്തിലാണ്. ഇന്ന് തിരുവമ്പാടിയാണ്. കോഴിക്കോട് ജില്ലയുടെ ഭാഗമാണെങ്കിലും കൊടിയത്തൂർ എന്ന് പറയുന്നത് തിരുവമ്പാടി നിയോജക മണ്ഡലത്തിലാണ്. ഇനിയിപ്പോൾ അദ്ദേഹം പോകുന്നത് വണ്ടൂരുണ്ട്, ഏറനാടുണ്ട്, അതുപോലുള്ള മറ്റ് നിയോജക മണ്ഡലങ്ങളിലേക്ക്, മലപ്പുറം ജില്ലയുടെ ഭാഗമായ വയനാട് മണ്ഡലത്തിന്റെ ഭാഗമായ ഇടങ്ങളിലേക്ക് അദ്ദേഹം പോവുകയാണ്. ഇവിടെ ധൻസാരി അനസൂയ സീതക്ക, തെലങ്കാന മന്ത്രി അടക്കമുള്ളവർ രാഹുൽ ഗാന്ധി വരുന്നതിന് മുൻപേ എത്തുകയും പ്രവർത്തകർക്ക് അവർ പ്രവർത്തകരിൽ ഒരാളായി മുദ്രാവാക്യം വിളിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ചയ്ക്ക് കൂടി നമ്മൾ സാക്ഷിയാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും ഈ രാഹുൽ ഗാന്ധിയുടെ വരവ് വലിയൊരു ഉണർവാണ് ഈ വയനാട്ടിലെ UDFനെ സംബന്ധിച്ച്, UDF വോട്ടർമാരെ സംബന്ധിച്ച് നൽകിയിരിക്കുന്നത്. ലിബീഷ്, റിയാസ്, അതുപോലെ വയനാട്ടിലെ ചില പ്രാദേശിക വിഷയങ്ങളും രാഹുൽ ഗാന്ധി സൂചിപ്പിക്കുകയുണ്ടായല്ലോ. വന്യജീവി പ്രശ്നം, രാത്രിയാത്രാ നിരോധനം തുടങ്ങി വയനാടിനെ ബാധിക്കുന്ന വിഷയങ്ങളിലെല്ലാം തന്നെ തന്റെ ഇടപെടലുണ്ടാകും. സംസ്ഥാന സർക്കാരിനെതിരെ അദ്ദേഹം എന്തെങ്കിലും പറഞ്ഞോ? തീർച്ചയായും അദ്ദേഹം സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷമായി പറഞ്ഞിട്ടില്ലെങ്കിലും അദ്ദേഹം ചില സംസ്ഥാന സർക്കാരിന്റെ വീഴ്ചകൾ അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയുണ്ടായി. വയനാട് മെഡിക്കൽ കോളേജ് വേണമെന്നൊരാവശ്യം താൻ നേരത്തെ തന്നെ മുഖ്യമന്ത്രിക്ക് കത്തയക്കുന്നുണ്ട്. ആ ഒരു ആവശ്യം ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുന്ന ഘട്ടത്തിൽ വയനാട് മെഡിക്കൽ കോളേജ് എന്ന ആവശ്യം യാഥാർത്ഥ്യമാക്കും. ഒപ്പം തന്നെ വയനാടിന്റെ രാത്രിയാത്രാ പ്രശ്നം, വന്യജീവി ആക്രമണത്തിനുള്ള ഒരു ശാശ്വത പരിഹാരം തുടങ്ങിയ കാര്യങ്ങൾക്കെല്ലാം തന്നെ പരിഹാരം കാണും. അതിലുപരി കോൺഗ്രസ് അതിന്റെ പ്രകടന പത്രികയിൽ ഉയർത്തുന്ന ആവശ്യങ്ങൾ, വനിതാ ശാക്തീകരണത്തെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചു. യുവാക്കൾക്കുള്ള തൊഴിൽ ഉറപ്പിനെ കുറിച്ച് അദ്ദേഹം സംസാരിച്ചു. അങ്ങനെ ഒരു വിശദമായ രീതിയിൽ അദ്ദേഹം ഇവിടെ ജനങ്ങളോട് സംസാരിച്ചുകൊണ്ടാണ്, വെയിലിനെ പോലും വകവയ്ക്കാതെ അതെല്ലാം സംസാരിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ വയനാട് മണ്ഡലത്തിൽ നിന്നും, അതായത് കൊടിയത്തൂരിൽ നിന്നും, വയനാട് മണ്ഡലത്തിന്റെ ഭാഗമായ കൊടിയത്തൂരിൽ നിന്നും അതിന്റെ മറ്റൊരു ഭാഗമായ മലപ്പുറം ജില്ലയിലെ കീഴുപറമ്പിലേക്ക് പോയിരിക്കുന്നത്. ലവീഷ്.